നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോൺട്രവേഴ്സ്യലായിരുന്ന ഒരു വിഷയമായിരുന്നു യുവതീ പ്രവേശനം ശബരിമലയിൽ. അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞ നാൾ വഴികൾ നോക്കുവാണെങ്കിൽ വളരെ പൊളിറ്റിക്കൽ ഇൻട്രീഗ്സ്, സോഷ്യൽ ഇൻട്രീഗ്സ് ഒക്കെ വരുന്ന ഒരു വിഷയമാണ്. അതിൽ CPM നേരത്തെയുള്ള കടുംപിടുത്തത്തിൽ നിന്നും മാറി ഇത് റിലീജിയസ് പണ്ഡിതന്മാർക്ക്, അതായത് മതങ്ങളുടെ പണ്ഡിതന്മാർക്ക് ആ തീരുമാനം, ഫൈനൽ തീരുമാനം വിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? രാഷ്ട്രീയമായി അവരുടെ കൈ പൊള്ളിയത് കൊണ്ടാണോ, അതോ നേരത്തെ എടുത്ത തീരുമാനം ഒരു തരത്തിൽ പറഞ്ഞാൽ BJPക്ക് വഴിവെക്കുന്ന ഒരു തീരുമാനമായിരുന്നു എന്നുള്ള ബോധ്യമാണോ? എന്താണ് ഇതിന്റെ പുറകിൽ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിലൊരു ശരിയായ നിലപാട് എടുത്താൽ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവാണ് CPIM-നെ കൊണ്ടും CPIM നയിക്കുന്ന ഈ സർക്കാരിനെ കൊണ്ടും ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിന് യാതൊരു മറയുമില്ല, അതിനൊരു ന്യായീകരണവുമില്ല. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു തിരിച്ചുപോക്കാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചും. ഇത് വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരുന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ബലികഴിച്ചുകൊണ്ട് വേണമോ, അത് ഒരു പ്രായോഗികതാവാദത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് വേണമോ എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ, അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ സർക്കാരിനും അത് പരമപ്രധാനമല്ലാതെ വരുന്ന ഒരവസ്ഥ. ഇത് ഒരു കേരളത്തിൽ ഇപ്പോൾ CPIM നേതൃത്വത്തിലുള്ള സർക്കാരിന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിട്ടുവീഴ്ച ഞാൻ അവസരവാദപരമായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് ഒടുവിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളെ, ഭരണത്തിലുള്ള ഹിന്ദുത്വ ശക്തികളുടെ വാദങ്ങൾക്കും അവരുടെ ന്യായങ്ങൾക്കും അവരുടെ തെറ്റായ നടപടികൾക്കുമെല്ലാം കുട ചൂടിക്കൊടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം പാർട്ടിയും ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ഇത് ശരിയായ തീരുമാനമല്ല. എന്താണ് ഇതിൽ ശരിയായ തീരുമാനം എന്ന് താങ്കൾക്ക് തോന്നുന്നു? ശരിയായ തീരുമാനം സുപ്രീം കോടതിയുടെ 2018 ഉത്തരവും ആ ഉത്തരവിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യത്തെ പിണറായി സർക്കാർ താല്പര്യമുള്ള യുവതികൾക്ക് ശബരിമല ശാസ്താവിനെ ചെന്ന് കണ്ട് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന ഭരണഘടനാനുസൃതമായിട്ടുള്ള അതിനെ അനുകൂലിക്കണം. അത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു എന്നാണ് എന്റെ പക്ഷം. കാരണം ഞാൻ അന്നത്തെ 2018 സുപ്രീം കോടതിയെ സ്വാഗതം ചെയ്തൊരു വ്യക്തിയാണ്, പരസ്യമായി പലരെയും പോലെ. അതിനനുകൂലമായി പിണറായി സർക്കാർ എടുത്ത നടപടികളിൽ വളരെ സന്തോഷിച്ച ആളാണ്. അതിനെതിരായി വന്ന ശൂദ്ര കലാപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള NSS മറ്റുമുള്ള ഒരു വലിയ ഒരു പ്രക്ഷോഭത്തിനെ നേരിടാനായി എന്താ പറയണ്ട വനിതാ മതിൽ തീർത്തത് ഈ സർക്കാരിന്റെയും CPM-ന്റെയും SNDP-യുടെയും നേതൃത്വത്തിലായിരുന്നു. അതിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ CPIM നേതൃത്വവും സർക്കാരും നിലപാട് മാറ്റി എന്നുള്ളത് കൊണ്ട് എന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകുന്നില്ല. തീർച്ചയായും. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കുന്നത്, എനിക്ക് ഇത് പാരലലായിട്ട് തോന്നുന്നത്, ഈയിടെ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പറഞ്ഞ ഇന്ത്യക്ക് കോമൺ സിവിൽ കോഡിന് സമയമായി എന്നുള്ള ഒരു പ്രസ്താവനയുണ്ട്. എനിക്ക് ഇത് രണ്ടും കൂടെ ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ ഇത് മൊത്തം ഒന്ന് നമുക്ക് സന്തോഷമുണ്ടായ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ മറന്നു പോകുന്ന സംഗതിയുണ്ട്. ഇത് മലയാളി ആയ യുവതിയോ മലയാളിയോ
അല്ലാത്തവർ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു കേസാണ്. അത് കൊണ്ടുവന്നത് എങ്ങനെ കൊണ്ടുപോയി എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. കേരളത്തിൽ ആർക്കും ഇതിനകത്ത് വലിയ താല്പര്യമില്ലായിരുന്നു. സർക്കാർ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ട റിറ്റുകൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞതനുസരിച്ച് കൊടുത്തിരുന്നു തങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഇതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കോമൺ സിവിൽ കോഡിൻ്റെ കാര്യത്തിലും സർക്കാരുകൾ വളരെ വളരെ സൂക്ഷിച്ച് അവിടെ ഇടപെടാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് അഫക്റ്റ് ചെയ്യുന്ന മൈനോറിറ്റീസിനെ ആയിരിക്കും, ചില ഹിന്ദു ഗ്രൂപ്പുകളായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം കോമൺ സിവിൽ കോഡിൻ്റെ അല്ലെങ്കിൽ വന്നപ്പോഴോ ട്രൈബൽസിനെ ഒക്കെ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സർ, ഇത് എനിക്ക് ഞങ്ങളൊക്കെ ഡൽഹിയിൽ ഞങ്ങളൊക്കെ നോക്കുന്ന BJP കാണുന്നത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ എങ്ങനെ ഈ തീരുമാനത്തെ എടുക്കും ഇടതുപക്ഷക്കാരും പൊതുവെ ഇടതുപക്ഷ മനസ്സുള്ള കോൺഗ്രസ്സുകാരും. മോഡിജി തന്നെ പറഞ്ഞിരിക്കുന്നു മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ കോൺഗ്രസിന് കിട്ടേണ്ട കാര്യം. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കലക്കി തെളിക്കാനുള്ള ഒരു ശ്രമമല്ലായിരുന്നോ സാർ ഇത്? ഇല്ല, അത് അത്തരത്തിൽ ഈ സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയം 2018 വിധിയിലേക്ക് നയിച്ച ഹർജി ഒരു BJP അനുകൂല സ്ത്രീയുടെ പക്ഷത്തു നിന്നാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഞാൻ കാണുന്നത് ഈ താങ്കൾ ഈ പറയുന്ന പോലെ കേരളത്തിന്റെ ഇടതുപക്ഷ മതനിരപേക്ഷ മനസാക്ഷി ഉണ്ടെന്ന് സ്വയം ധരിക്കുന്ന ഒരാൾ പറയുന്ന ഒരു അഭിപ്രായമാണ്. അപ്പൊ എനിക്ക് അതിനല്ലാതെ ഒരു വസ്തുനിഷ്ഠമായ ഒരു എന്റെ അഭിപ്രായം പ്രതീക്ഷിക്കേണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തമ ബോധ്യമുള്ള കാര്യമായിരുന്നു 2018 അത് ആര് കൊടുത്തതായിരുന്നു, ആരുടെ കുത്തിത്തിരിപ്പായിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രശ്നം. അത് വേണമെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഒരുപക്ഷെ RSSന്റെ തന്നെ ഒരു കുത്തിത്തിരിപ്പായിരുന്നിരിക്കാം ആ ഹർജിയും അതിനെ തുടർന്നുള്ള വിധിയും. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ മൂല്യങ്ങൾ അതനുസരിച്ച് മാറാൻ കഴിയുമോ? ഞാൻ ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ആദ്യം കൊടുത്തത് 2007 കേരള സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് 2007 സഖാവ് VS അച്യുതാനന്ദന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് വനിതകളെ പ്രവേശിപ്പിക്കണമെന്നൊരു നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും എടുത്തത്. ഞാൻ CPIM എന്ന് മാത്രം പറയുന്നത് CPIയുടെ നിലപാടിന് ഒരു പ്രസക്തിയുമുണ്ട്. അവരിതിൽ നിന്ന് വ്യത്യസ്തമാണോ ഒന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, അതിനൊരു പ്രാധാന്യവുമില്ല. അവർക്ക് സ്വതന്ത്രമായൊരു അഭിപ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് വീണ്ടും CPIM എന്ന് പറയുന്നു. CPIM വളരെ കാലമായി ചിന്തിച്ച് രാഷ്ട്രീയമായി എടുത്ത ഒരു നിലപാടായിരുന്നു യുവതികൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കണമെന്ന, ആചാരങ്ങൾ അതിന് തടസ്സം നിൽക്കരുത് എന്ന ഒരു നിലപാടായിരുന്നു. ഞാൻ ഇപ്പോഴും ശരിയെന്ന് കരുതുന്ന നിലപാടായിരുന്നു CPM എടുത്തിരുന്നത്. അതിൽ കൈപൊള്ളിയപ്പോൾ എങ്ങനെ കൈപൊള്ളി? പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ അവർ പതറി. കാരണം ആ പ്രക്ഷോഭങ്ങൾ അവരുടെ വോട്ട് ചോർച്ചയിലേക്ക് നയിച്ചു എന്നവർ മനസ്സിലാക്കി. ഇത്തരത്തിലുള്ള പിന്നീട് അത് പക്ഷേ അത് അത്തരത്തിലൊരു കണ്ടെത്തൽ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ കാരണം അയ്യപ്പന്റെ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാടാണെന്ന കണ്ടെത്തൽ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഈ ഒരു വിധിയുടെയും ആ വിധിയിൽ സർക്കാർ എടുത്ത നിലപാടിന്റെയും കുഴപ്പം കൊണ്ട് ആണെന്ന് CPM എന്തോ അവരുടെ അന്വേഷണത്തിലൂടെ, അവരുടെ ഉൾപാർട്ടി അന്വേഷണമോ അല്ലെങ്കിൽ അവരുടെ പബ്ലിക് സർവേ. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആ ഒറ്റ കാരണം കൊണ്ടാണ്. നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതിന്, നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു ബദലിന്റെ പ്രശ്നം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും CPMന്റെ നിലവിലെ ശക്തി അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ CPMനല്ല വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത്. കേന്ദ്രത്തിൽ ഒരു ബദൽ ശക്തിയായി വരാൻ കഴിയുന്ന കോൺഗ്രസിനും അത് നയിക്കുന്ന UDFനുമാണ് എപ്പോഴും ഒരു ശതമാനം രാഷ്ട്രീയ പിന്തുണ അധികം കിട്ടാറുള്ളത്. എന്നാൽ CPM അതിവേഗം തങ്ങളുടെ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചത്
ഹിന്ദു സവർണ വോട്ടുകളുടെ ചോർച്ച ഈ അയ്യപ്പന്റെ ഈ ശൂദ്ര കലാപത്തിന്റെ അല്ലെങ്കിൽ നാമജപഘോഷങ്ങളുടെ സ്ത്രീകളുടെ ഇത് NSSന്റെ കോൺഗ്രസിന്റെ, പക്ഷെ വാസ്തവത്തിൽ അതിന് ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. അത് BJP എന്ന് താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. കാരണം തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണഭോക്താവ് വാസ്തവത്തിൽ UDF ആയിരുന്നു. കാരണം UDF വളരെ വളരെ ആ സർക്കാരിന്റെ നിലപാടിനെ എതിർക്കുകയും അതേസമയം വലിയ സമരമാർഗങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. വളരെ സമർത്ഥമായി UDF അത് കൈകാര്യം ചെയ്തതിന്റെ ഫലമായി അവർക്കാണ് അതിന്റെ ഗുണം കിട്ടിയത്, BJPക്ക് അല്ല. വാസ്തവത്തിൽ BJPക്ക് അതിന്റെ ഗുണം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ വളർച്ച ഇതാകുമായിരുന്നില്ല. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ, ഹിന്ദു സമൂഹത്തെ ആകെ പിടിച്ചു കുലച്ച് അവരെ CPM-ൽ നിന്ന് മാറ്റുവാൻ ഈ ഒറ്റ നിലപാടാണെന്നുള്ള വളരെ റിച്ചുവായി ചിന്തിക്കുന്ന, കൊച്ചു ബുദ്ധിയിലും കൊച്ചു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിശകലന മാർഗത്തിലൂടെയാണ് CPM എത്തിയിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ പ്രായോഗികവാദം എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് തത്വമൊക്കെ പറയാം, നിങ്ങൾക്ക് മൂല്യവും തത്വവും പറയാം. പക്ഷെ ഭരിക്കണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നൊരു ന്യായമുണ്ട്. ആ ന്യായം സർക്കാരിനും CPM-നും എടുക്കാം. പക്ഷെ അത് അങ്ങനെയാണെന്ന് പറയണം. ഞങ്ങൾ അതിൽ കാപട്യം പാടില്ല. പിന്നെ ഞങ്ങൾ പ്രായോഗികവാദികളാണ്, ഞങ്ങൾക്ക് വോട്ട് നടത്താം. അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഒരു സമ്മതിച്ചോ ചെറിയാൻ? അവർ സമ്മതിച്ചോ? CPM അങ്ങനെ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, 2007 CPM ഈ നിലപാടെടുക്കുമ്പോൾ അവിടുന്ന് UPA 2 ഭരിച്ചിരുന്നത്. അല്ല, UPA 1. അന്ന് കേന്ദ്രത്തിൽ CPM-ന്റെ ഇടതുപക്ഷ സപ്പോർട്ടോടുകൂടി കോൺഗ്രസ് ഭരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിധി വരുമ്പോഴത്തേക്ക് 2018 BJP അധികാരത്തിൽ വന്നു. ഇന്നത്തെ താങ്കൾ പറയുന്ന മോഡി, ഷാ, ദോവൽ ത്രയം ഭരിക്കുകയാണ്. ഹിന്ദുത്വത്തിലേക്ക് വളരെ മൂവ് ചെയ്തിരിക്കുന്നു. ബാക്കി ഉള്ള ശക്തികളെ ഒക്കെ താറുമാറാക്കാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രായോഗിക രാഷ്ട്രീയമല്ലേ വേണ്ടത്? അതായത് അവർക്ക് കേരളത്തിൽ വേരുണ്ടാക്കുന്ന ഒരു മൂവും ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യാത്തവർ ഇടതുപക്ഷം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലായിരുന്നോ അഭികാമ്യം? അത് മനസ്സിലായി. താങ്കളുടെ ന്യായം പലപ്പോഴും പല കാര്യങ്ങളിലും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും സ്നേഹിക്കുന്നവർ ഉന്നയിക്കുന്ന കാര്യമാണ്. ഞാനിത് കുറച്ച് ഒന്ന് പറയാൻ അനുവദിക്കണം. കോൺഗ്രസ് ആയാലും CPM ആയാലും മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളാണ്. അവർ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നതാണ്, സ്ത്രീ സമത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇത് വളരെ കൃത്യമാണ്. ഈ നിലപാടുകൾ അത് നെഹ്റു മുതലുള്ള ഗാന്ധിജി മുതലുള്ള കോൺഗ്രസിന്റെ പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യവും അങ്ങനെയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സമത്വം, ഈ പറയുന്ന പോലെ ലിംഗനീതി, ഇവയെല്ലാം ആചാരങ്ങൾക്കും മാമൂലുകൾക്കും അപ്പുറമായി കാണുന്ന 2 പ്രസ്ഥാനങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ധാരയായ കോൺഗ്രസും ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസും ഇന്ത്യയിലെ CPI-യും. എപ്പോഴും ഒരു പ്രശ്നം ഈ 2 പാർട്ടികളുടെ അകത്തുണ്ടാവാറുണ്ട്. BJP-യുടെ ഒരു നിലപാടിനെ നമ്മൾ പിന്തുണയ്ക്കാതിരുന്നാൽ അവർ വിജയിക്കില്ലേ? അവർക്ക് വോട്ട് പോവില്ലേ? താങ്കൾ ഉന്നയിക്കുന്ന ന്യായം തന്നെ പല കാര്യങ്ങളിലും. അയോധ്യയുടെ കാര്യത്തിൽ, അയോധ്യ അമ്പലത്തിൽ അതിന്റെ ഉദ്ഘാടനത്തിൽ നമ്മൾ പോയില്ലെങ്കിൽ അവർ ഹിന്ദു വോട്ടുകൾ വെറുതെ എളുപ്പത്തിൽ കൊണ്ടുപോകില്ലേ? നമ്മൾ അയോധ്യ കോടതി വിധിയെ സ്വാഗതം ചെയ്തില്ലെങ്കിൽ അതിന്റെ മെച്ചം BJPക്ക് കിട്ടില്ലേ എന്ന ഒരു ന്യായം പുറമേ കേട്ടാൽ വളരെ പ്രായോഗികവും വളരെ വളരെ സുചിന്തിതവുമായ ഒരു ന്യായം ആണെന്ന് തോന്നുന്ന മട്ടിൽ പലതവണ ഈ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. 2014 BJP വന്നതിന് ശേഷം കോൺഗ്രസിനകത്തും CPM-നകത്തും ഇടതുപക്ഷത്തിനകത്തും നിരവധി തവണ ഉന്നയിക്കപ്പെടുന്ന ചോദ്യമാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നമ്മൾ മൃദു ഹിന്ദുത്വ നിലപാടുകൾ എടുത്ത് നമ്മളുടെ മൂല്യങ്ങൾ കഴിച്ചുകൊണ്ട് BJP പറയുന്നതിന്റെ ഒരു മൃദു വെർഷനായി നമ്മൾ നിന്നാൽ നമുക്ക് ഹിന്ദുക്കളുടെയും പരമ്പരാഗത വിശ്വാസികളുടെയും വോട്ട് കിട്ടും എന്ന ഒരു ധാരണ. താങ്കളുടെ ന്യായത്തിന്റെ പുറകിലും അതാണ് ഞാൻ കാണുന്നത്. ശരി, തെറ്റായേക്കാം, പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ, അത്തരത്തിലുള്ള അവസരവാദങ്ങൾ, അത്തരത്തിലുള്ള കീഴടങ്ങലുകൾ ഈ ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയുള്ളൂ.
കാരണം എ ടീമും ബി ടീമും ഉള്ളപ്പോൾ കടുത്ത ഹിന്ദുത്വ വിശ്വാസികൾ എ ടീമിന് തന്നെ വോട്ട് ചെയ്യും. ഇനി ഇത്തരമൊരു ശബരിമല തീരുമാനത്തിൽ CPM നിലപാട് മാറ്റിയത് കൊണ്ട് കേരളത്തിലെ ഹിന്ദുത്വ ശക്തികൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടുകൾ CPM-ലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇത് തന്നെയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അവർക്ക് 2018 തീരുമാനം അപക്വമായി, അതുകൊണ്ട് നമുക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ തിരുത്തി വളരെ മയപ്പെടുത്തി അതിനെ പലതും പറഞ്ഞ് പൊതിഞ്ഞ് അത് അവതരിപ്പിക്കുകയാണ്. എന്നാൽ സമർത്ഥമായി ഒളിച്ചു കടത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം അവരങ്ങനെ ശ്രമിക്കുമ്പോഴും ജനങ്ങൾ കാണുന്നത് പുറത്തുപോയി എന്നാണ്, അല്ലെ? അവരിപ്പോഴും പറയുന്നത് മത നേതാക്കന്മാരുടെ സുപ്രീം കോടതി ആലോചിക്കണമെന്നാണ്. അത് തന്നെ എത്ര അപകടകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അത് തന്നെയല്ലേ RSSും പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് VHPയുടെ മാർഗനിർദ്ദേശ മണ്ഡലുണ്ട്. ഈ ഹിന്ദു സമുദായത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ശങ്കരാചാര്യന്മാരുണ്ട്. അത് തന്നെയല്ലേ CPM-ന്റെ നേതൃത്വത്തിലെ സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയോട് പറയുന്നത്, മതപണ്ഡിതന്മാരെയും ആലോചിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഗതികേടിലേക്ക് CPM-നെ എത്തിച്ച തീരുമാനമായിരുന്നു റോങ് എന്നാണ് പറയുന്നത്. ബാക്കി 2007 തീരുമാനം തെറ്റാണെന്ന് താങ്കൾ പറയുമോ? 2007 VS അച്യുതാനന്ദൻ 2007 തീരുമാനം ശരി തന്നെയായിരുന്നു. കാര്യം വെച്ചാൽ അന്നത്തെ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതിനെ അനുവദിച്ചിരുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. എനിക്ക് ചെറിയാൻ പറയുന്നത് മനസ്സിലായി. നമ്മൾ രണ്ടും BJPയുടെ പരാജയം ലക്ഷ്യം വെക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നത് കുറച്ചുകൂടി പ്രായോഗികതവാദത്തിൽ കൂടി മാത്രമേ അവരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, അവർക്ക് മുതലെടുക്കാനുള്ള അവസരം കൊടുക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അപ്പൊ അത് ഞാൻ യോജിക്കുന്നു. അതെ, അത് തീർച്ചയായിട്ടും അതൊരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയുന്നതാണ്. BJPയെ വളരാൻ സഹായിക്കരുത്. പക്ഷെ എങ്ങനെ അത് ചെയ്യണം? കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം കൂടി ഞാൻ ചെറിയനോട് പറയാം. ഇത് ഒരു ശബരിമല കേസിനെ പറ്റി മാത്രമുള്ള ഭരണഘടനാ ബെഞ്ച് അല്ല. ഇത് മുസ്ലിങ്ങളുടെ ആചാരങ്ങളെ പറ്റി, മുസ്ലിം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതസംബന്ധമായ നിരവധി കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നാളെ BJP RSSന്റെ നേതൃത്വത്തിന് സുപ്രീം കോടതി മത നേതാക്കളുമായി ഇത് ആലോചിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലക്കടിക്കാനുള്ള വടിയാണ് കേരള സർക്കാർ കൊടുത്തിരിക്കുന്നത്. നാളെ അത് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. അവിടെയാണ് സാർ പ്രശ്നം. നമ്മള് കേരളത്തിൽ ഇരുന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ദേശീയമായി BJP നമ്മൾക്കെതിരെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായുള്ള തിരിച്ചുവിടാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് സുപ്രീം കോടതിയെ ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പേ സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്ത് ലിസ്റ്റ് ചെയ്യുകയും ഇത് ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ഇത് എഴുതി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയാന്റെ അഭിപ്രായത്തില് ഇത് ഇത്തരത്തിലുള്ള CPM-ന്റെ നിലപാട് BJPക്കുള്ള പിന്തുണ കുറയ്ക്കുമെന്നാണോ പറയുന്നത്? അതുകൊണ്ട് ഇങ്ങനെ CPM ഇങ്ങനെ ഒരു നിലപാട് എടുത്തത് ഞാൻ അറിയാൻ ചോദിക്കുകയാണ്, താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇത്തരം ഒരു നിലപാട് കുറയ്ക്കുന്നില്ല, അവർക്കും ഇല്ല പ്രയോജനം. CPM-നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം താങ്കൾ അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ അത് തന്നെയാണ് പറയുന്നത്. CPM ആഗ്രഹിച്ച വോട്ട് കിട്ടുകയുമില്ല, സ്വന്തം പാർട്ടിയുടെ പിന്തുണയ്ക്കുന്നവരെ അവരുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും. ഞാനതാണ് തത്വാധിഷ്ഠിതമായ നിങ്ങൾ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയം കളിക്കാൻ ഉള്ള സമയത്തൊക്കെ ചെയ്തില്ലെങ്കിൽ ഓരോത്തിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല, അത്രയുള്ളൂ ചെറിയാണ്. പക്ഷെ നമ്മൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇതിനോട് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM സർക്കാർ കൊടുത്തിട്ടുള്ള ഹർജി സ്റ്റേറ്റ് അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ യുക്തിയുടെയും വികാരത്തിന്റെയും വിട്ടുകൊടുക്കരുതെന്ന്. യുക്തിചിന്തയാണ് കമ്മ്യൂണിസത്തിന്റെയും മാർക്സിസത്തിന്റെയും അടിസ്ഥാനം. ഒരു മതപരമായ ഒരു ആചാരത്തിന്റെ കാര്യം യുക്തിക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുമാരനാശാനും നാരായണ ഗുരുവും നവോത്ഥാനവും ഒക്കെ എവിടെയാണ്? എത്ര ആചാരങ്ങളെ മറികടന്നുകൊണ്ടാണ് കേരളമായത്?
അത് എനിക്ക് തോന്നുന്നത് നമുക്ക് വേറൊരു ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ എങ്ങനെ ഇതിനെയൊക്കെ സമീപിക്കുന്നു, പല കാര്യങ്ങളും അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇന്ന് ഇതാണ് നമ്മൾ രണ്ടുപേരുടെയും ഇത്. അതായത് നേരത്തെ എടുത്ത തീരുമാനം ഇന്ന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് CPM-നായിരിക്കും, അല്ലാതെ BJP-യെ സഹായിക്കുകയും ചെയ്യുന്നില്ല, കോൺഗ്രസിനെ പ്രത്യേകിച്ചൊന്നും സഹായിക്കാനും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് സ്വന്തം പാർട്ടിയെ കൊണ്ട് എത്തിച്ച ആ തീരുമാനം എടുത്തവരാണ് അതിനെപ്പറ്റി കൂടുതൽ പരിശോധിക്കേണ്ടത്. നന്ദി, നമസ്കാരം. തീർച്ചയായും.